ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ഇനി ചെയ്യൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മനസ്സിലുള്ള വർഗീയത ഇങ്ങനെ തൊപ്പിക്കൊണ്ട് നിൽക്കാണ്. മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങൾ. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ അമ്മച്ചി, ലസിത പാലക്കൽ അമ്മച്ചി. എന്തായാലും നമുക്ക് ഇന്ന് ലസിതയുടെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. ലസിതയുടെ കുറച്ച് കൂടുതൽ വീഡിയോ ഉണ്ട്. വീഡിയോന്റെ ലെങ്ത് കൂടാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും കാണാൻ വേണ്ടി ശ്രമിക്കാം. മാക്സിമം എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പ്ലേ ചെയ്യും. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനുള്ളതാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനുള്ളതാണെന്നല്ല ചോദിച്ചത്. ഇത് ചോദിച്ചപ്പോൾ തന്നെ ലസിത പാലക്കലിന്റെ ബുദ്ധിശൂന്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണ്? പഠിക്കാനല്ലേ? നിങ്ങളുടെ ശാഖ എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ചോദിക്കാനുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി? അപ്പോ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിച്ചതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി എന്നല്ല ചോദിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി? അപ്പൊ ലസിത പാലക്കലിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞേ? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജിഹാദികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പല പല കാര്യങ്ങളും മുന്നോട്ട് വെക്കും. നിങ്ങൾക്ക് ലസിത പാലക്കൽ പറഞ്ഞുകൊണ്ടുവന്ന് മനസ്സിലായല്ലോ. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജിഹാദികൾ കൂടിക്കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. ജിഹാദികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൾ ഇതുവരെ ജിഹാദികളെ വിട്ടിട്ടില്ലല്ലേ? ഇവളുടെ നേതാക്കന്മാരെയൊക്കെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് സമ്മതിച്ചത് തന്നെയാണ്. ഇപ്പോഴും ഇവളെ പോലെയുള്ള സംഘിണികൾ അതിന്റെ പുറകെ തന്നെയാണ് ഉള്ളത്. ജിഹാദികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിന്റെയൊക്കെ മനസ്സിലുള്ള വർഗീയതയുടെ ശക്തി എത്രയാണെന്ന്. ഇതിന്റെയൊക്കെ മനസ്സിലുള്ള വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലുള്ള ആർക്കൊണ്ടും പറ്റൂല. കാരണം അത്രയും വലിയ കൊടിയ വർഗീയവാദിയാണ് ഇതൊക്കെ. പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി. എന്ത് കൂതറ കണ്ടന്റ് ഇടുന്നതിന് മുൻപ് വീഡിയോ തുടങ്ങുന്നപ്പോൾ പറയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളതെന്ന്. പറ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാൻ കണ്ടത്. കാരണം എന്ത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞത്. വീഡിയോ ഇടാനുള്ള കാരണം എന്നാണോ ഉദ്ദേശിച്ചത്? ഇടാൻ കനകന കാരണം ഇടാൻ കനകന കാരണം എന്താ? ഈ ഒരു വീഡിയോ ഇടാൻ കനകനത്തിന്റെ കാരണം എന്താ? കാരണം പറ്റുവാണെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് പറഞ്ഞത് സംഘിണികൾക്ക് ബുദ്ധി കുറവാണെന്ന്. കാരണം വീഡിയോ എന്താ കണ്ടന്റ് എന്ന് പോലും പറയുന്നതിന് മുൻപ് പറയാണ് ഇടാൻ കനകന കാരണം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന്. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുൻപ് ഒരാൾ പറയാണ് എന്റെ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് ആ വീഡിയോ ഷെയർ ചെയ്യും? ഞാനൊന്നും ഒരിക്കലും ഷെയർ ചെയ്യില്ല. പക്ഷെ സംഘികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഓ നമ്മുടെ നേതാവിത്യല്ലേ പറയുന്നത്, ഷെയർ ചെയ്താടെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യും. ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഷെയർ ചെയ്യുന്ന പരിപാടി അവിടെ നിൽക്കട്ടെ. എന്താ പറയാനുള്ളത് പറ. അതായത് നമ്മൾ ദുരിതാശ്വാസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിനോ എന്നൊന്നും എനിക്കറിയില്ല. അല്ലാണ് മുത്തേ, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. 3-4 വീഡിയോ ചെയ്ത് പോലെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ചിട്ട്. സത്യം പറയാലോ, ഞാൻ ഒറ്റ വീഡിയോ പോലും കണ്ടിട്ടില്ല. കേസ് എടുത്തു എന്ന് പറയുന്നത് കേട്ടു. ഇപ്പം ലാസ്റ്റ് അഖിൽ മാരാർക്കെതിരെയും കേസ് എടുത്തു എന്ന് പറയുന്നു. അപ്പൊ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവർക്കും എതിരെ കേസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവസാനമായിട്ട് അഖിൽ മാരാറിനാണ് കേസ് വന്നതെന്ന് പറയുന്നത്. അഖിൽ മാരാറിനെ കുറിച്ച് പറയാനുണ്ട് 2 വാക്ക്. അഖിൽ മാരാർ ഒരു കറകളഞ്ഞ സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് നിഷേധിക്കും? കാരണം അഖിൽ മാരാർ ഇപ്പോ കോൺഗ്രസിലാണ് ഉള്ളതെന്ന് സ്വന്തമായിട്ട് പറയാണ്. പക്ഷെ അഖിൽ മാരാറിന്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള ഒരാള് കണ്ണും പൂട്ടി പറയും അഖിൽ മാരാർ ഒരു കറ കളഞ്ഞ സംഖ്യ തന്നെയാണെന്ന്. കാരണം അഖിൽ മാരാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങൾ എടുത്തു നോക്ക്. കോൺഗ്രസിനൊന്നും ഒരു ഉപകാരം കിട്ടുന്നില്ല. ഫുൾ ഉപകാരം കിട്ടുന്നത് ഈ സംഖ്യകൾക്കാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറൊക്കെ ഒരു പച്ച സംഖ്യ തന്നെയാണ് അമ്മച്ചേ. ഇതിനെതിരെയും നമ്മുടെ പിണറായി വിജയൻ കേസ് എടുത്തു പോലും. എന്തിന് താനിക്കൊക്കെ നാണവും മാനവും ഉണ്ടോ? പിണറായി വിജയൻ സഖാവിന് നാണവും മാനവും ഉണ്ടോ എന്നല്ല നിങ്ങളിപ്പോ ചോദിച്ചത്. നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കറ. എന്തിനാ കേസെടുത്തതെന്ന് സത്യം പറഞ്ഞ ലസിത പാലക്കലിനെ പോലുള്ള മണ്ടിമാർക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുരക്കാണ്. വെറുതെ കുരക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും അറിഞ്ഞിട്ട് കുരക്കുന്നതാണ് പ്രശ്നമല്ല. ഒരു തേങ്ങ അറിയില്ല അഖിൽ മാരാർക്കെതിരെ എന്തിനാണ് കേസെടുത്തതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അതെന്തുകൊണ്ട് കേസ് അങ്ങനെ വന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ള മുതിർന്ന നേതാക്കളൊക്കെ എടാ തനിക്ക് ഉളുപ്പുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്. സത്യത്തിൽ ഉളുപ്പില്ലാത്ത ആള് നിങ്ങളാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഉളുപ്പില്ലാത്ത ആളാണ് ലസിത പാലക്കൽ. ഞാനൊക്കെ നേരിട്ട് പോയിട്ട് സഹായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. നേരിട്ട് പോയിട്ട് 5000 കോടി രൂപ കൊടുക്കാൻ പോകുന്നല്ലേ? നേരിട്ട് പോയിട്ട് അവരെ സഹായിക്കാറുള്ളൂ.
അല്ലാതെ എന്താ പറയാ മറ്റുള്ളവരുടെ ദുരിതാശ്വാസ ഫണ്ടിലൊന്നും ഞാൻ പൈസ ഇടൂല. കാരണം ഞാൻ കൊടുക്കാൻ പോകുന്നത് 10-2000 കോടി രൂപയല്ലേ. അപ്പൊ എനിക്ക് നേരിട്ട് പോയിട്ട് തന്നെ കൊടുക്കണം. ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനൊന്നും ഒരിക്കലും സംഭാവന ചെയ്യില്ല. ദുരിതാശ്വാസ ഫണ്ടിലോട്ട് നിങ്ങളെ പോലുള്ള വർഗീയവാദികൾ 1 രൂപ പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനൊന്നും ഒരിക്കലും സംഭാവന ചെയ്യില്ല. അത് തന്നെയാണ് നല്ലത്. നിങ്ങളെ പോലെയുള്ള വർഗീയവാദികൾ ആ ഫണ്ടിലോട്ട് 1 രൂപ ഇട്ടു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ പോലെയുള്ള മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മാനക്കേടാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സംഖ്യകളെ, നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് 1 രൂപ പോലും ഇട്ടിട്ടില്ലല്ലോ. എന്റെ മനസ്സങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ 1 രൂപ പോലും ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ വർഷം ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ നിഷേധിക്കുമോ? നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കുക. നല്ലതിനെ നല്ലതായിട്ടാ എന്താ പറഞ്ഞ ഒന്നുകൂടി വെച്ചത്? നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കുക. ഓക്കെ, മനസ്സിലായി. നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കുക. അതിന് നിങ്ങൾ നല്ലതല്ലോ, നിങ്ങളെ മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കും, പക്ഷെ മോശപ്പെട്ടതിനെ വളരെ മോശപ്പെട്ടത് തന്നെ ആയിട്ട് ഞങ്ങളൊക്കെ അംഗീകരിക്കും. നമസ്കാരം. ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടാം. ഈ ഒരു ഇൻട്രോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹായ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? അത് ലൈവാണ്. ലസിത പാലക്കൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത് ലൈവിലാണ്. എന്തായാലും പറ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഒന്ന് സംസാരിക്കണം. എപ്പോഴും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. എപ്പോഴും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ അല്ലേ? സോറി ഗൈസ്, തെറ്റിപ്പോയതാണ്. ലുല്ലു അല്ല, ഉല്ലു സംസാരിക്കാറുള്ളൂ. അപ്പോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഉല്ലു വന്നിട്ടുണ്ട്. എന്തായാലും സംസാരിക്കൂ, കേൾക്കട്ടെ. 7 പേര് കാണുന്നുണ്ട്. അയ്യേ, ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് ചൊറിയുന്നു ഗൈസ്. തലയിലൊക്കെ നിറച്ച് പേന് പൂയിത്തിട്ടുണ്ടാവും അല്ലേ? 7 പേര് കാണുന്നുണ്ട്. 7 പേര് കാണുന്നുണ്ടല്ലേ? എന്താ കടിച്ചല് കടിച്ച് പറിക്കുന്നു പേന്. 7 പേര് കാണുന്നുണ്ട്. ചില സമയത്ത് ലസിത ലൈവ് ഇടുമ്പോ മൂക്കി കൈയിടും, തലമാന്തും, പിന്നെ അതുപോലെ തന്നെ ബാക്ക് ചൊറിയും. ഇതൊക്കെ ലസിതയുടെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഫ്രീ ആണ്. ഞാന് നിങ്ങളോട് മലപ്പുറത്തുള്ള കുണ്ടൂറിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഒരു ഡാഷിന്റെ ലസിത പാലക്കലുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഡയലോഗാണ്. മലപ്പുറം കുണ്ടൂരിലുള്ള ഒരു ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ തെറിയുണ്ട് അതൊക്കെ അവനെ വിളിച്ചതുപോലെയാണ് ലസിത പാലക്കലിന്റെ ഒരു ഇത്. പക്ഷെ വല്ലാത്തൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത്. മലപ്പുറത്തുള്ള എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് വിടണം. മലപ്പുറം കുണ്ടൂരിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും ലസിതയുടെ മെസ്സേജ് ബോക്സിൽ പോയിട്ട് മെസ്സേജ് അയക്കണം. കാരണം മെസ്സേജ് അയച്ചേ പറ്റൂ. മെസ്സേജ് അയച്ചാലാണ് പേജിന് റീച്ച് കിട്ടും. അത് വേറെ കാര്യം. കാരണം ഇനി ഇവനെ പോലെയുള്ള ആൾക്കാർ മറ്റുള്ള ലേഡീസിന് ഇങ്ങനത്തെ മെസ്സേജ് വിടാൻ പാടില്ല. എല്ലാതള്ള നിങ്ങളെ പോലെയുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ട് കളിയാക്കുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് വരുന്നത് പോലത്തുള്ള മെസ്സേജും കാര്യങ്ങളും മറ്റുള്ള സ്ത്രീകൾക്ക് വരുന്നുണ്ടോ? അത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പൊ തന്നെ മനസ്സിലാവില്ലേ നിങ്ങളെ പൊട്ടത്തരമാണ് പറഞ്ഞു വെക്കുന്നതെന്ന്. കാരണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങളാണ്. സീരിയസ്ലി? വൺ മോർ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ നല്ല മുസ്ലിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ നല്ല മുസ്ലിങ്ങളാണെന്നാണ് നിങ്ങൾ സ്വന്തമായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് ലസിത പറഞ്ഞത്. ലസിതയുടെ മനസ്സിലുള്ള വർഗീയത തുപ്പുന്നുണ്ടോളെ നിങ്ങൾ കാണാം. മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങളാണ് എന്നുള്ളത് നിങ്ങളുടെ വർഗങ്ങൾ തന്നെയാണ് ഇതേപോലത്തെ ചെറ്റകളെ കൊണ്ട് മെസ്സേജ് എടുപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ലസിത പാലക്കലിന് വിവരമില്ല എന്ന് ഞാൻ പച്ചക്ക് വിളിച്ചു പറയുന്നത്. കാരണം വേറെ ഒന്നല്ല, മുസ്ലിംസിൽപ്പെട്ട ഏതെങ്കിലും 3-4 പേര് പോയിട്ട് ലസിതക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തെ മുഴുവനായിട്ട് ആക്ഷേപിച്ച് കളയും ലസിത പാലക്കൽ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എല്ലാ ആൾക്കാരെയും അല്ല ഞാൻ നിങ്ങളെ പറയുന്നത്. നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിംസിനെ എല്ലാവരെയും അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ എല്ലാ മുസ്ലിംസിനെ അടച്ചാക്ഷേപിച്ചതാണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളൊക്കെ അത്രയും വലിയ വർഗീയവാദിയാണ്. കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരുത്ത മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർഗം, ആ വർഗമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. സംഭവം മനസ്സിലായല്ലോ. ലസിത പാലക്കലിന് ആരൊക്കെയോ വളരെ മോശപ്പെട്ട മെസ്സേജ് അയച്ചു. അപ്പോ ആ മെസ്സേജ് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ ഈ സമൂഹത്തെ മുഴുവനായിട്ട് ആക്ഷേപിക്കാമെന്നുള്ള പ്ലാനറ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ലല്ലോ. ആ വർഗമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരിക്കലും ഒരു മതത്തെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ലസിത പാലക്കൽ ആ പറഞ്ഞത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. നിങ്ങളെ വർഗം എന്നൊക്കെ പറയാൻ, അതായത് നിങ്ങളെ വർഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? തള്ളെ ഏതെങ്കിലും 2 പേര് അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ആ വർഗത്തിലുള്ള എല്ലാവരും അങ്ങനെ ആയി പോവോ? എന്നോട് മോശമായിട്ട് പെരുമാറുന്ന ആരാണെങ്കിലും, ലസിത പാലക്കലിനോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മോനെ സീൻ ഡാർക്കാണ്. തമാശ പറയുന്നല്ല, ഡാർക്ക് സീനാവും. ചാണകം വാരി എറിയും ലസിത. അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. തിരിച്ചു ഞാൻ വൃത്തിക്ക് നല്ല
അടിപൊളിയായിട്ട് ചാണകം വാരിയറിയും അങ്ങനല്ലേ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. നിങ്ങളെ പോലുള്ള ചാണകങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. അപ്പൊ വീഡിയോ ചെയ്യുന്ന പരിപാടി നിർത്തരുത്, ഇനിയും ചെയ്തുകൊണ്ടേ നിൽക്കുക. ഞങ്ങളൊക്കെ കുറച്ച് കഞ്ഞി കുടിക്കട്ടെ. അവന്റെ ഉമ്മാക്കും ഉപ്പാക്കും വിളിച്ചിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറച്ച നിങ്ങളെ മുന്നിൽ പറയുന്നതാണ്. എടാ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെയല്ല സംസാരിക്കേണ്ടത്, എന്റെ വീട്ടുകാർക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ മനോനില നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാലോ. അതേപോലുള്ള ഒരാൾ തന്നെയാണ് ലസിത പാലക്കരി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം, എല്ലാം എന്റെ വീട്ടുകാരെ വിളിച്ച് കളിക്കല്ല വേണ്ടത്. വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞില്ല, നമ്മുടെ പേജ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ആണ്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ 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 ബൈ. അടുത്ത വീഡിയോ കാണാം.